ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു വീടിങ്ങനെ ആണ്. അടിപൊളിയായിട്ടുണ്ട്. സങ്കടമാണ് സൂചിച്ചിട്ടില്ലാത്തതിന്റെ ആ ഒരു സങ്കടം. ഈ ആൾക്കൂട്ടത്തിന്റെ എവിടെയോ ആളുണ്ട് എന്നുള്ളൊരു പ്രസൻസ് തന്നെയായിരുന്നു. എല്ലാം സുധിച്ചേട്ടന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ആകെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്ടൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. എല്ലാം കൊണ്ടും സുധിച്ചേട്ടന്റെ ഒരു പ്രസൻസ്. സുധി ലയം എന്ന് പറഞ്ഞ വീടിന്റെ ആകെ മുഴുവൻ സുധി മയമാണ് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ പാലും കൊണ്ട് മാത്രം കയറി താമസിച്ച, വേറെ ഒന്നും നമ്മൾ അറിയണ്ട. ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ പാർട്ട്ണറെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റപ്പെടൽ എന്തായാലും അനുഭവിക്കേണ്ടി വരും. കൂടുതലും ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളിലൊക്കെ. കാരണം അത് കൂടുതലും ഞങ്ങളുടെ മെമ്മറീസ് ആയിരിക്കും. എനിക്ക് എൻ്റെ ഏട്ടനുമായിട്ടുള്ള ഇനി മെമ്മറി മാത്രമേ ഉള്ളൂ ലൈഫിൽ. മുന്നോട്ട് എന്നെ ജീവിപ്പിക്കുന്ന ഒരു ഘടകവും ആ മെമ്മറിയാണ്. ഇനിയിപ്പോ ഒരു ടോക്ക് ഉണ്ടാവാം, കല്യാണം കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടോ ഫാമിലിയിലെ? ഇപ്പോഴത്തെ കാലം ഞാൻ പറയാണ്, നാളെ എന്തായിത്തരും ദൈവത്തിന്റെ കയ്യിലാണ്. ഇപ്പം പ്രസന്റ്ലി ഞാൻ കല്യാണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ടേ. കിച്ചുമോന്റെ വീടാണ് ഇത്. കിച്ചുവിന്റെ ഋതപ്പന്റെ വീടാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അല്ല വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എന്തൊരു കമന്റ്, ഞാൻ വായിക്കത്തില്ല കമന്റ്, എന്തൊക്കെയോ വന്ന് കിച്ചുവിനെ ഇവിടുന്ന് ഇറക്കി വിട്ടു. എൻ്റെ പൊന്നെ, ഇങ്ങനൊന്നും അല്ല സത്യം. എൻ്റെ കിച്ചുമോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോഴാണ് പോയത്. അവൻ എല്ലാത്തിലും ഇവിടെ തന്നെ. ഇന്നലെ തലേന്ന് വൈകിട്ട് വന്ന അവന് അച്ഛൻ്റെ വീട്ടിൽ ഒരു നിൽക്കണ്ടേ. എല്ലാവരും ചോദിച്ചു ലക്ഷ്മി എന്ത് ചോദിച്ചു. അപ്പം ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളും. ലക്ഷ്മിക്കാണുള്ള ഇനോഗ്രേഷനാണ് ഇന്ന്, ഒരു ഇനോഗ്രേഷൻ. അപ്പം ഇന്നലെയും വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം നന്നായി വരട്ടെ, പിന്നീട് ഒരു ദിവസം വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വരും, പിന്നീട് ഒരു ദിവസം അവർ വരും. ഈ ബെഡും എല്ലാം സ്പോൺസറാണ്. എനിക്ക് ആരാന്ന് പേര് പോലും അറിയത്തില്ല ഇവരെയൊന്നും. അവരോടൊക്കെ എല്ലാവരോടും നന്ദി. കേരളത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള നമ്മുടെ രേണു ചേച്ചി അതുപോലെ തന്നെ കിച്ചും കൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് അവരുടെ സ്വപ്ന ഭവനം വീട് പാല് കച്ചലായിരുന്നു. അതുമാത്രമല്ല, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ചേച്ചി, രണ്ടുപേർക്ക് വെൽക്കം ടു ദി ഷോ. അപ്പോൾ എങ്ങനെയുണ്ട് വീടൊക്കെ? അടിപൊളി വീട്, അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ 100 മടങ്ങ് ഉണ്ടായിരുന്നു. കിച്ചുവിന് എന്താ പറയാനുള്ളത്? നമ്മള് പ്രതീക്ഷ പോലെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു വീടിങ്ങനെ ആണ്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം നന്ദി പറയേണ്ടത് KHDC ഫിറോസിക്കയോടാണ്, ആ കൂട്ടായ്മയോടാണ് നിങ്ങൾക്ക് ആദ്യം നന്ദി പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇതിനോട് താല്പര്യം കാണിച്ചപ്പോൾ ഇത്രയും മനോഹരമാക്കി തരുമെന്ന് വിചാരിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരും? ഇല്ല. കാരണം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചൻ എന്താ പറയാനുള്ളത്? വീട് മോൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത്രയും നല്ലൊരു വീട് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒരുപാട് പേര് കളിയാക്കലുണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഒരു വീട് ഇപ്പൊ വെച്ച് കൊടുക്കും, അയ്യോ സഹതാപോ എന്നൊക്കെ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ വീടില്ലാത്തതിനെ കുറിച്ചിട്ടൊക്കെ? സുധിച്ചേട്ടന്റെ ഉണ്ടായിരുന്ന സമയത്തും വീടില്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടൻ, അതായത് നമുക്ക് പോയിട്ട് ഒരു വർഷമായിട്ടുണ്ട്, അദ്ദേഹത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വേണം. സ്വപ്നമായിരുന്നു. ഇന്ന് ആ ദിവസമാണ്. ശരിക്കും നമ്മുടെ സുധിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ള ഒരു ഫീല് തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും കൂടെ ഉണ്ട്, പ്രസൻസ് ഉണ്ടല്ലേടാ. ആണ്. അപ്പൊ കൊല്ലത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നിന്നൊക്കെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്താ പറഞ്ഞ വീട് കണ്ടിട്ട്? സങ്കടമാണ് സൂചിച്ചിട്ടില്ലാത്തതിന്റെ ആ ഒരു സങ്കടം അവരുടെ മുഖത്തും അവരുടെ സംസാരത്തിലും എല്ലാം ഉണ്ട്. അതുപോലെ പിന്നെ സന്തോഷം, നമുക്ക് വീട് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവർക്ക് എല്ലാം ഹാപ്പിയാണ്. നാലുകാച്ചൽ ചടങ്ങിലൊക്കെ അവരാണ് എല്ലാം പങ്കെടുത്തത്. അച്ഛമ്മ എന്താ പറഞ്ഞേക്കിച്ചു വീടൊക്കെ കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു അച്ഛമ്മയ്ക്ക് അച്ഛൻ മരിച്ചതായിട്ടൊരു ഓർമ്മ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശെങ്കിലും എപ്പോഴും ആ ഒരു ഓർമ്മ കാണത്തില്ല. അച്ഛനെ പറ്റി ഇടയ്ക്ക് തിരക്കാറൊക്കെ ഉണ്ടോ മോനെ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് തന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. അതെയോ? ഓക്കെ. ഇപ്പം നിങ്ങൾ വിചാരിച്ച പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീട് ഉണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കിച്ചുവിൻ്റെ കയ്യിലാണുള്ളത്. കാരണം അനിയനുണ്ട്, അമ്മയുണ്ട്, ഒരു ഫാമിലിനുണ്ട് കിച്ചുവിന്. അപ്പം ഇനി ഒരു വലിയൊരു ഉത്തരവാദിത്തം ഉള്ള പോലെ ഒരു ഫീൽ ഇല്ലേ ശരിക്കും? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞേ?
ശരിക്കും എല്ലാരും വന്നോണ്ടിരിക്കുന്ന വീട് അല്ലാണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. മോന്റെ ഈ എഡ്യൂക്കേഷൻസ് ഒക്കെ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്? മീൻസ് പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്? ഞാൻ ആനിമേഷൻ VFX കോഴ്സിന് ചേർന്നിട്ടുണ്ട് കൊല്ലത്ത് തന്നെ. അരീന ആനിമേഷൻ എന്ന അതിന്റെ പേര് ചെയ്യാണ്, ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. യൂട്യൂബുകാര് വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ കിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ മഴവിൽ കേരളത്തിന്റെ വീട് കണ്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വീഡിയോ എടുത്തത് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു പറഞ്ഞു. നിങ്ങളാണെങ്കിലും നല്ല രസമായിരുന്നു എല്ലാരും പറഞ്ഞു. അതിലൂടെ നല്ല ഭംഗിയായിരുന്നു വീട് കാണാനും എല്ലാം. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഇപ്പൊ കിച്ചു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഓക്കെ, അത് നമുക്ക് ശരിക്കും വെച്ചാൽ ഒരു വീട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഫുള്ള് നമ്മള് പ്രേക്ഷകർക്ക്, നമ്മുടെ മഴവിൽ കേരളത്തിലെ പ്രേക്ഷകരാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ എത്രത്തോളം നന്നാക്കി പ്രത്യേക ഭംഗിയായിരുന്നു അതിന്റെ കണ്ടപ്പോ. എല്ലാവരും ഒരുപാട് പേരെന്നെ വിളിച്ചു കേട്ടോ ഇത് കണ്ടിട്ട്. ഒരുപാട് പേര്. കാരണം ഈ ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ സുധിലയം എന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് തുടങ്ങിയിട്ട് എനിക്കൊന്ന് ഗ്രാനൈറ്റിന്റെ ഒരു ചിത്രം കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയനാണ് ചെയ്തത്. ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സംഭവം ശരിക്കും സുധിച്ചേട്ടൻ തന്നെയാണ്. നമുക്ക് എന്താണ് ഒരിക്കലും അദ്ദേഹത്തിന് മിസ് ചെയ്യുന്നില്ല. കാരണം എപ്പോഴും നോക്കിയാലും സുധിച്ചേട്ടനെ കാണാമെന്നുള്ള രീതിയിലായി. ഈ ആൾക്കൂട്ടത്തിന്റെ എവിടെയോ ആളുണ്ട് എന്നുള്ള ഒരു പ്രസൻസ് തന്നെയായിരുന്നു ശരിക്കും. ഇനിയിപ്പോ ഒരു ടോക്ക് ഉണ്ടാവാം കല്യാണം കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടോ ഫാമിലിയിലേക്ക്? ഇല്ല, അവർക്കറിയാല്ലേ കല്യാണം ഇപ്പോഴൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഇപ്പോഴത്തെ കാലം ഞാൻ പറയാണ്, നാളെ എന്തായിത്തീരും ദൈവത്തിന്റെ കയ്യിലാണ്. ഇപ്പം പ്രസന്റ്ലി ഞാൻ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ. അത് മാത്രല്ല, വീടെന്നുള്ള സ്വപ്നം മാത്രല്ല, അമ്മയ്ക്ക് ഒരു സിനിമയും കൂടെ വന്നിരിക്കുകയാണ്. അതിനെ പറ്റി മോൻ എന്താ പറയണ്ട? മോന്റെ കാഴ്ചപ്പാടിൽ എന്താ പറയാനുള്ളത്? കിച്ചുവിന് വന്ന സിനിമയാണ്, അതായത് കിച്ചുവിനെയാണ് അവർ ആദ്യം തിരക്കിയത്. അപ്പൊ കിച്ചു പറഞ്ഞ ഞാൻ അങ്ങനെ ഇപ്പൊ അതൊന്നും ഇല്ല, അതിന്റെ ആനിമേഷൻ മേഖല. അപ്പൊ അവരോട് ചോദിച്ചു എന്നാ ഇങ്ങനെ ഒരു ക്യാരക്ടറോട് ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആദ്യം അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവും, അവരില് സുധിച്ചേട്ടനുള്ള ചിലപ്പോ സുധിച്ചേട്ടന്റെ അനുഗ്രഹം കാണുമ്പോ നന്നായിട്ട് ചെയ്യുമായിരിക്കും. അങ്ങനെ ഞാൻ കൈ കൊടുത്തതാണ്. നന്നായെന്ന് പറഞ്ഞ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പം അന്ന് പറഞ്ഞായിരുന്നു, അവര് പറഞ്ഞായിരുന്നു മണികെട്ടമ്പലത്തിലായിരുന്നു ഷൂട്ട്, നല്ലതായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സുധിച്ചേട്ടന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അനുഗ്രഹം എന്റെ കൂടെ ഉള്ളതുകൊണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അച്ഛനൊരു കലാകാരൻ്റെ അല്ലേ മോനെ? എനിക്ക് അങ്ങനെ മിമിക്രി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? അച്ഛനൊരു കലാകാരനാണ്, അതിന്റെ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാനും ഒരു എന്താണ് കൊച്ചു കലാകാരനായി വരുന്നതിൽ താല്പര്യം ഉണ്ടോ? അങ്ങനെ അഭിനയത്തിനോട് താല്പര്യമില്ല, പക്ഷെ ആ സിനിമ അങ്ങനത്തെ ഫീൽഡിനോട് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം. അതിന്റെ പുറകിലുള്ള പരിപാടികൾ അണിയറ പ്രവർത്തന ആണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അവർ പിന്നീട് എത്താന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ വയനാടിന്റെ ദുരന്തം, അപ്പൊ അതൊക്കെ കൊണ്ട് തിരക്കാണ്. 24 ഒക്കെ എല്ലാവരും ആ ഓട്ടം തിരക്കാണ് ബിസി. പിന്നെ ഓണം ഫംഗ്ഷൻ സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകർ ഇപ്പം എല്ലാവരും ചോദിച്ചു ലക്ഷ്മി എന്ത് ചോദിച്ചു. അപ്പം ഓണത്തിന്റെ തിരക്കും കാര്യങ്ങളും. ലക്ഷ്മിക്കാണെങ്കിൽ ഇനോഗ്രേഷൻ ആണ് ഇന്ന്, ഒരു ഇനോഗ്രേഷൻ. അപ്പം ഇന്നലെയും വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം നന്നായി വരട്ടെ, പിന്നീട് ഒരു ദിവസം വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും വരും, പിന്നീട് ഒരു ദിവസം അവർ വരും. അവരില്ലേലും അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കേട്ടോ, പ്രസൻസ്. അതെ 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 അതെ, പാല് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എല്ലാം സുധിച്ചേട്ടന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഭവനം KHDC ആണേലും ഒരുക്കി തന്നേക്കുന്ന ഫിറോസിക്കയുടെ നേതൃത്വം. അപ്പം എല്ലാം കൊണ്ടും സുധിച്ചേട്ടന്റെ ഒരു പ്രസൻസ് എല്ലാത്തിലും, ഈ ഒരു എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ പാലും കൊണ്ട് മാത്രം കയറി താമസിച്ചത്, വേറെ ഒന്നും നമ്മൾ അറിയണ്ട. സാധാരണ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ആയിരിക്കും, എൻ്റെ ദൈവമേ നാളത്തേന് ഇനിയിപ്പോൾ നാളെയാ കയറി താമസം. നമുക്ക് ടെൻഷൻ അനുഭവിക്കേണ്ടേ വന്നില്ല. കാരണം സുധിച്ചേട്ടൻ ജീവനോടുള്ളപ്പം സുധിച്ചേട്ടൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ച വ്യക്തിയായിരുന്നു. ഒരുപാട് ഞാനതൊക്കെ നോക്കി സുധിച്ചേട്ടൻ എന്ത് പറ്റി ഒത്തിരി ടെൻഷന്. കാരണം കൊറോണ സമയത്തൊക്കെ ഒരുപാട് ടെൻഷൻ, പൈസ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ടെൻഷൻ. അപ്പൊ ഈ ടെൻഷൻ അപ്പം ഏട്ടൻ എപ്പോഴും പറയാറുണ്ട് ഇനി വീട് നമുക്ക് വെക്കണം, 6 മാസം കൊണ്ട് നമുക്ക് വീട് വെക്കണം ആവട്ടെ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സ് ദൈവമേ ലോൺ എടുക്കണം. ഉണ്ടല്ലോ നമ്മൾക്ക് വീടല്ലേ പെട്ടെന്ന് പറ്റത്തില്ല, ലോൺ എടുക്കണം ഏട്ടാ, നമുക്ക് വീട് പണിയണം. അപ്പൊ ലോൺ അടയ്ക്കാൻ ടെൻഷൻ അല്ലേ? അതൊന്നും ഇല്ലായിരുന്നു. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ ഇതിൽ കയറി. പിന്നെ ആകെ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏട്ടൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതെ, ഞാൻ കുറച്ച് ദിവസം മുന്നേ വന്നായിരുന്നു ഇവിടെ. ഫിറോസിക്ക വിളിച്ചപ്പോഴത്തേന് മറ്റൊരു മീഡിയ വന്നപ്പോ വന്നായിരുന്നു വീടൊക്കെ ഒന്ന്. ഞാൻ ഇവിടെ വന്നപ്പോ താഴേന്ന്
നോക്കിയപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അറിഞ്ഞത്, യോ ഇതെന്തുവാ സംഭവം, നമ്മുടെ വീട് തന്നെയാണോ എന്നൊക്കെ. അത്ര ക്വാളിറ്റി, അത്ര വലിയൊരു വീടാണല്ലോ നമുക്ക് കിട്ടിയത്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്ര വീട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ മനസ്സ് തുറന്ന് ഒരുപാട് ഹാപ്പിയാണ് വീടിന്റെ ഒരു കാര്യത്തിൽ. പിന്നെ മനസ്സിൽ ഉള്ളിൽ എംറ്റി എന്ന് പറയുന്ന സൂചിച്ചേട്ടനെ ആ ഒരു അത് മാത്രം ഭയങ്കര എംറ്റിയാണ്. ഭയങ്കര സൂചിച്ചേട്ടനുണ്ടായ ഇതിലെ ഇവിടെ ഒന്നും നിൽക്കത്തില്ല, പറന്ന് നടന്നതിന്റെ ഇതിലെ ഓടി നടന്ന് ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സന്തോഷം. വീട് കണ്ടിട്ട് നമ്മൾക്ക് നമുക്കൊരു വീടിനൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. സൂചിച്ചേട്ടന് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സിറ്റ് ഔട്ട്, ഒരു ചെറിയ ഹോള്, ഒരു അടുക്കള, 2 ബെഡ്റൂം, ഒരു അടുക്കള പറഞ്ഞല്ലോ, ഒരു ബാത്റൂം. ഇതല്ലാതെ ആൾക്കും എനിക്കും വലിയ വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ അതാണ് ചോദിച്ചത്, വീട് കണ്ടപ്പോൾ എന്ത് തോന്നി എന്നുള്ള ആൻസറാണ്. കാരണം വീട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഉള്ളിലെ വീടെന്ന് വെച്ചാൽ ഒരു സാധാരണ, പക്ഷെ ഞാൻ രാവിലെ പറഞ്ഞു അതുക്കും മേലെയാണ് ഇതിൻ്റെ. നമ്മുടെ സൂചിച്ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് 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 സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ആളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. അതെ അതെ, എല്ലാവരും കുറെ ആൾക്കാർ സൂചിച്ചേട്ടൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്നു, അവരൊക്കെ കരഞ്ഞു പോയി. കാരണം സൂചിച്ചേട്ടൻ്റെ മിസ്സിങ് അതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ വീടാണ്, എപ്പം വേണേലും, ഇനിയിപ്പോൾ വാടക വീടല്ലല്ലോ, എപ്പം വേണം നിങ്ങൾക്ക് വരാം കേട്ടോ. നമ്മൾ ക്ഷണിക്കേണ്ട കാര്യമില്ല, അവരുടെയും കൂടെ വീടാണ്. അപ്പം കൊല്ലത്ത് പിന്നെ അവർക്കെല്ലാം തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ്. ഒരു ജോലിയൊക്കെ ചെയ്യുന്നവരാണ് അണ്ണനാളെ ചേട്ടൻ, അതുകൊണ്ടൊക്കെയാണ് അവർ എപ്പോഴും ഒന്നും വരാത്തത്. പക്ഷെ എല്ലാത്തിനും കുഞ്ഞിൻ്റെ കാര്യമാണേലും ഇപ്പം വന്നപ്പോൾ തന്നെ കുഞ്ഞിനെ സൈക്കിളും കൊണ്ടാണ് വന്നത്. അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത്, സൈക്കിൾ എന്ന് പറയാം. അതുപോലെ എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പിയാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് വന്നതേ ഉള്ളൂ, എന്നാലും ഒരു ഇഷ്ടപ്പെട്ട സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിലാണല്ലോ നമുക്ക് എപ്പോഴും ഞാൻ പണ്ട് വാടക വീട്ടിലായിരുന്നപ്പോഴും സൂചിച്ചേട്ടൻ എപ്പോഴും പറയായിരുന്നു 24 മണിക്കൂർ ബെഡ്റൂമിൽ ചിലവഴിക്കുന്നത്. ഇപ്പോൾ ഫോണാണേലും പാട്ട് കേൾക്കാനാണേലും എപ്പോഴും വെളിയിലിറങ്ങും, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടുക്കള കയറും. എന്നിട്ട് അതുപോലെ നമ്മൾ ബെഡ്റൂമിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ എന്താ പറയുക, പ്രൈവസി. നമ്മൾ ഒറ്റയ്ക്ക് ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ഓൾറെഡി ഒറ്റയാണ്. കാരണം സൂചിച്ചേട്ടൻ്റെ വേർപാടിനെ പറ്റി ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും കൂടെ ഉണ്ട്, ആരും ഇല്ലെന്നല്ല, അതല്ല ധ്വനി. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ പാർട്ട്ണറെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റപ്പെടൽ എന്തായാലും അനുഭവിക്കേണ്ടി വരും. അപ്പം കൂടുതലും ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളിലൊക്കെ. കാരണം അത് കൂടുതലും ഞങ്ങളുടെ മെമ്മറീസ് ആയിരിക്കും. എനിക്ക് എൻ്റെ ഏട്ടനുമായിട്ടുള്ള മെമ്മറി മാത്രമേ ഉള്ളൂ ലൈഫിൽ. മുന്നോട്ട് എന്നെ ജീവിപ്പിക്കുന്ന ഒരു ഘടകവും ആ മെമ്മറിയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞാൻ ആ റൂമിലിരുന്ന് ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട്, ഇന്ന് ഇപ്പോൾ കയറിയതല്ലേ ഉള്ളൂ, ഇന്ന് വൈകിട്ട് തൊട്ട് ആ റൂമിൽ കയറുമ്പോഴൊക്കെ എന്താ പറയുക, ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും ഒക്കെ അവിടെ ഇരുന്ന് ചേട്ടനെ പറ്റി ആലോചിക്കാനും മെമ്മറി ഒക്കെ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഒറ്റയ്ക്കിരിക്കാൻ ആ റൂമിൽ തന്നെയാണ്. എല്ലായിടത്തും സുധിച്ചേട്ടൻ മയം. സുധി ലയം എന്ന് പറഞ്ഞ വീടിന്റെ ആകെ മുഴുവൻ സുധി മയവാ. സത്യം പറഞ്ഞാൽ കേറുമ്പോഴേ സുധിച്ചേട്ടൻ, ഇവിടെ വരുമ്പോൾ സുധിച്ചേട്ടൻ, എവിടെയോ സുധിച്ചേട്ടൻ ഇവിടെ വന്നിട്ടില്ലെന്ന് ആരും പറയത്തില്ല. കാരണം എല്ലാവരുടെയും ഇടയിൽ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂട്ടത്തിൽ ഇപ്പം എല്ലാവരും വന്നപ്പോൾ അവരുടെ എല്ലാം കൂട്ടത്തിൽ സുധിച്ചേട്ടനുണ്ട്. ആ ഒരു ഇത് നമുക്കറിയാൻ പറ്റുന്നുമുണ്ട്. കാരണം ഫ്ലോറിങ്ങിലാണേലും അവിടെ ഫ്ലോറിൻ്റെ മറ്റേ കേരള ഫ്ലോറിംഗ് തൊഴിലാളി യൂണിയൻ നമുക്കൊരു ഗ്രാനൈറ്റിൻ്റെ അത് നമ്മുടെ ഡൈനിങ് ഹാളിലാണ് വെച്ചേക്കണ ഒരു രൂപം. അവിടെ സുധിച്ചേട്ടൻ, കയറി വരുമ്പോഴും സുധിച്ചേട്ടൻ, എല്ലായിടത്തും സുധിച്ചേട്ടൻ. ഇതാ ഇവിടെ ഇരിപ്പുണ്ട് സുധിച്ചേട്ടൻ, എല്ലായിടത്തും സുധിച്ചേട്ടൻ. സുധിയില്, അതെ, സുധിയിലേത്തി മുഴുവൻ സുധിമയം. അങ്ങനെ അതെ അതെ, ആ തട്ടിക്കൂട്ടല്ലല്ലോ, ഒരിക്കലും അല്ല. നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു കൂട്ടായ്മയാണല്ലോ, KHDC എന്ന് പറയുന്ന കൂട്ടായ്മയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച. ഫിറോസിക്ക ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ഇത് ചെയ്തതും ഇതിന്റെ സ്പോൺസർ, ഈ ബെഡ് എല്ലാം സ്പോൺസറിങ് എനിക്ക് ആരാന്ന് പേര് പോലും അറിയത്തില്ല ഇവരെയൊന്നും. അവരോടൊക്കെ എല്ലാവരോടും നന്ദി. അതുപോലെ പുതിയ സിനിമയിലൊക്കെ അവസരം കിട്ടി. മറ്റൊരു സന്തോഷം ഇപ്പം അതിന്റെ കൂടെ വരികയാണ്. ഇപ്പൊ നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയൊരു സന്തോഷം നമ്മൾ വീണ്ടും ലൈഫിൽ ഇങ്ങനെ പിടിച്ചു നിർത്താന്ന് പറയുന്നു. കാരണം നമ്മൾ സങ്കടപ്പെടുന്ന സൂചിച്ചേട്ടൻ ഇഷ്ടമല്ല. സൂചിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ ഞാൻ സൂചിച്ചേട്ടൻ വഴക്ക് പിടിച്ചിട്ടുള്ളത് എന്താണെന്നറിയോ,
ഇതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറയണേ. എൻ്റെ കണ്ണ് നിറഞ്ഞ പുള്ളിക്ക് ദേഷ്യമാണ്, നല്ല വഴക്ക് പറയാം എൻ്റെ അടുത്ത്. 2 ഫുഡ് കഴിക്കാത്തതിന്, ഈ 2 കാര്യത്തിന് ഞങ്ങൾ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം എന്നാന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ, ഭയങ്കരമായിട്ട്. വാവട്ടെ എന്തിനാ കരയുന്നത്, അങ്ങനെ കരയും, എനിക്ക് സങ്കടമാടി വാവട്ടെ, അതുകൊണ്ടാട്ടോ ഞാൻ ദേഷ്യപ്പെടുന്നത് എന്നോട് പറയും. അതിപ്പോ കിച്ചുവിന് പറയാതെ, നമ്മൾ കരയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതെ 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 സ്പ്രേ എന്ന് പറഞ്ഞാൽ അത് എനിക്കിപ്പോ എടുത്തു പറയാം, എന്താ പറയാ, അത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും സൂചിച്ചേട്ടനെ എന്താ പറയാ, സൂചിച്ചേട്ടൻ്റെ മണം നമുക്ക് കിട്ടാത്തപ്പോഴാണ് ലക്ഷ്മി നക്ഷത്രം അത്രയും വലിയ എന്താ പറയാ വലിയൊരു ഉപകാരമാണ് നമുക്കത് ചെയ്തത്. ഞാനത് പറഞ്ഞുകൊണ്ടാണ്, അവള് ചിന്നു സൂചിച്ചേട്ടൻ അത്രയും സഹോദര തുല്യം കാണുന്നതുകൊണ്ടാണ് എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്ത് അത് എൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ചിന്നു പാവം ദുബായിൽ പോയിട്ടാണ് അത് ചെയ്തിട്ട് വന്നത്. അത് എന്ന് വെച്ചാൽ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഒരുപാട് താങ്ക്സ് ചിന്നു. അപ്പോൾ അവള് ചിന്നു എന്നാ വരുന്നതെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. സത്യമാണ്, ഇന്ന് കണ്ടില്ല ചിന്നുവിനെ. അത് ഇനോഗ്രേഷൻ ആയിരുന്നു കുട്ടിക്ക്, 25 അപ്പൊ നേരത്തെ ഫിക്സ് ചെയ്ത ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പൊ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ എത്രയും വേഗം ഇവിടെ വന്ന് കാണാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെടികളല്ലേ, എനിക്ക് പണ്ടോട്ടെ ഇങ്ങനെ ചെടിയോടൊന്നും, ചിലവർക്ക് ക്രൈസ് ഉണ്ടല്ലോ ചെടിയോടൊക്കെ, എനിക്കങ്ങനെ ചെടിയോട് അങ്ങനെ ക്രൈസ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. സത്യമായിട്ടും കേട്ടോ. ചില പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ ചെടി കണ്ട ഇവിടെ ചെടി കണ്ട, എനിക്ക് അങ്ങനെ ഒരു സുധിച്ചേട്ടനും അങ്ങനെ ഒരു ക്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. സുധിച്ചേട്ടൻ എപ്പോഴും പറയാം, നിനക്ക് ഈ ചെടിയോടൊന്നും ഇഷ്ടമില്ലേടി. നമ്മൾ ഇഷ്ടമില്ല എന്നിട്ടല്ല കേട്ടാ, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് പറയാം. അപ്പൊ എനിക്ക് പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടം. അപ്പൊ എപ്പോഴും പറയും, നിനക്കൊരു ഹെഡ്സെറ്റും ഫോണും പാട്ടും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളൂ എന്ന്, ഫുഡ് പോലും വേണ്ടാതെ. അപ്പൊ ചെടിയോടൊന്നും അത്ര വലിയ ഇതില്ല. എന്നാലും എല്ലാരും പറഞ്ഞു, പക്ഷെ അത് സന്തോഷമാണ്. ചെടി വരുന്നത് ഏറ്റവും നല്ലതല്ലേ, നല്ല കാര്യമാണ്, സന്തോഷം. അത് വെക്കണമെന്നുണ്ടല്ലേ. അതെ, എല്ലാരും പറയുന്ന കേട്ട് ശരിയാണ്. നമ്മൾ ഉടനെ തന്നെ അത് അതിനുള്ള സെറ്റ് ആക്കും നമ്മൾ. കിച്ചുമോന്റെ വീടാണ് ഇത്, കിച്ചുവിന്റെ ഋതപ്പന്റെ വീടാണ്. സത്യം പറഞ്ഞ എൻ്റെ അല്ല വീട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എന്തൊരു കമന്റ്, ഞാൻ വായിക്കത്തില്ല കമന്റ്, എന്തോ ഒരു ന്യൂസിനകത്ത് വന്ന് എന്തൊക്കെയോ വന്ന് കിച്ചുവിനെ ഇവിടുന്ന് ഇറക്കി വിട്ടു. എൻ്റെ പൊന്നെ, ഇങ്ങനൊന്നും അല്ല സത്യം. എൻ്റെ കിച്ചുമോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പോഴാണ് പോയത്. അവൻ എല്ലാത്തിലും ഇവിടെ തന്നെ, ഇന്നലെ തലേന്ന് പോയിട്ട് വന്ന അവന് അച്ഛൻ്റെ വീട്ടിൽ അവന് നിൽക്കണ്ടേ. ഇത്രയും നാളും അച്ഛനുള്ള 6 വർഷം ആയതേ ഉള്ളൂ അവൻ ഇവിടെ വന്നിട്ട്. ഏട്ടനും ഞാനും ഉള്ള പരിചയവും അവനും ഉള്ള പരിചയവും. അന്ന് അവൻ അമ്മയെന്ന് വിളിച്ചതാണ്. ഞാൻ അന്ന് അവനെ എൻ്റെ മൂത്ത മോനാണ് അവൻ. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മ മോൻ. അത് സൂചിച്ചേട്ടനും അറിയാം. അതെങ്ങനെയാണ് ഞാൻ അവനെ അടിച്ചിറക്കുന്നത്. ഈ ആൾക്കാരൊക്കെ പറയുന്നത്. നാള് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി കരഞ്ഞോണ്ട് വന്ന് പറയും, മോളെ കിച്ചുവിനെ അടിച്ചിറക്കല്. ഞാൻ എന്തോ അല്ല ഇങ്ങനെ വാർത്ത. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, സ്വന്തം മക്കൾ ആരെങ്കിലും എവിടെയെങ്കിലും അടിച്ചിറക്കുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ആളെ അല്ല. എൻ്റെ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചതാണ്. അവനാണ് ആദ്യം എന്നെ അമ്മ എന്ന് വിളിച്ചത്. അമ്മ എന്ന വാക്കിനകത്ത് ഒരു സത്യം ഉണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് കിച്ചുവാണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അവനെ അവന്റെ വീടാണ്, അവന്റെ കുഞ്ഞിന്റെ വീടാണിത്. ഞാൻ അവന്റെ അമ്മയായോണ്ട് അവരുടെ സംരക്ഷണ, കുഞ്ഞല്ലേ, അവന് 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അവരുടെ സംരക്ഷണയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ അല്ല വീട്, കുഞ്ഞുങ്ങൾക്ക് പേരിൽ എഴുതി കൊടുത്ത വീടാണ്. അത് സന്തോഷം, കാരണം സൂചിച്ചേണ്ട 2 മക്കളുടെയും വീടാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സ് നിറഞ്ഞ സന്തോഷമേ ഉള്ളൂ. കാരണം വേറെ ആർക്കും അല്ല, അത് സൂചിച്ചേണ്ട മക്കളാണ് 2 പേരും. അപ്പൊ ഈ പറയുന്ന പോലെ, അപ്പൊ അവന് അച്ചമ്മയ്ക്ക്, സുധിച്ചേണ്ട അമ്മയ്ക്ക് ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ, ഒരു വയ്യാഴികയൊക്കെ ഉണ്ടായി. അപ്പം പിന്നെ സുധിച്ചേട്ടൻ്റെയും വേർപാട്, സുധിച്ചേട്ടൻ്റെ അനിയനും ഒക്കെ മരിച്ചു പോയതാണ്. അപ്പം അമ്മ ഒരുപാട് തകർന്ന അവസ്ഥയിലാണ്. അപ്പം പെട്ടെന്ന് കിച്ചു അവിടെ നിൽക്കേണ്ട ഒരവസ്ഥ വന്ന്. തന്നെയല്ല, അവൻ്റെ അച്ഛൻ്റെ വീടല്ലേ, അവൻ ജനിച്ചു വളർന്ന വീട്. നമ്മളിവിടെ 6 വർഷത്തെ പരിചയമുള്ള അവൻ ജനിച്ചു വളർന്ന അവൻ്റെ വീട്. അപ്പം അതിനാണ് ഈ നാട്ടുകാർ പറയുന്നത്. പിന്നെ അവന് അഡ്മിഷൻ ഫ്ലവേഴ്സ് എടുത്ത് കൊടുത്തത് കൊല്ലത്ത് അറേന കോളേജിലാണ്, ആനിമേഷൻ. സൂചിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ആനിമേഷൻ, കിച്ചുവിൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അവന് 3 വർഷത്തെ കോഴ്സാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത്. അത് നല്ല രീതിയിൽ ക്ലാസ് ഉണ്ട്. ഇനിയിപ്പോൾ അവൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരത്തുള്ളൂ, കാരണം ക്ലാസ് പഠിക്കണ്ടേ. അവൻ്റെ ലക്ഷ്യം അവനൊരു ജോലി കിട്ടണം, അനിയനെയും അമ്മയും നോക്കണം. എല്ലാ മീഡിയയുടെ മുന്നിൽ അവൻ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കും എങ്ങനെ അവൻ കുറെ മുന്നേ കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ്റെ അമ്മേനെ, ഞാനപ്പോൾ അവനോട് പറയും, മോനെ എന്നെ നോക്കിയില്ലെങ്കിലും നിന്റെ അനിയനെ നോക്കണേ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അത് സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണത്തിനപ്പുറം പിന്നെ കുറെ നാളൊക്കെ ഒന്ന് ഓർക്കും.
പിന്നെ അങ്ങ് മറക്കൂ അല്ലെ? അങ്ങനെയാണ്. പക്ഷെ സുധിച്ചേട്ടന്റെ മരണം തൊട്ട് അന്നും ഞങ്ങളെ കൈ പിടിച്ച, അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ കൈ പിടിച്ചവര് ഇന്ന് ഈ നിമിഷം വരെ അവരുണ്ട് നമ്മുടെ കൂടെ. എല്ലാം ഇപ്പം കുറച്ചുപേരൊന്നും വന്നില്ല, അവരൊക്കെ തിരക്ക്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവരുടെ സാന്നിധ്യം, അവരാണ് ഇവിടെ, അവരുടെ സാന്നിധ്യം ഉണ്ട്. അതുപോലെ KHDC അവര് ഫിറോസിക്കൊക്കെ ഇത്രയും നല്ലതൊക്കെ തന്നെ സുധിച്ചേട്ടനെ കൈ പിടിച്ച, അല്ലെ സുധിച്ചേട്ടനെ മറക്കാത്ത കൊണ്ടാണ് ഇത്രയും വലിയൊരു വീടും ക്വാളിറ്റിയുള്ള എല്ലാം നമുക്ക് തന്നെ സുധിച്ചേട്ടനെ മറക്കാത്ത കൊണ്ട് മാത്രമാണ്. അപ്പൊ രണ്ടുപേരും നമ്മള് ഒരുപാട് തിരക്കിനിടയിലാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ തന്നത്. അതിനൊരു മനസ്സ് കാണിച്ചതിന് ഞാൻ നിങ്ങളോട് തന്നെ നന്ദി പറയാണ്. അപ്പൊ ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന രണ്ടുപേർക്കും നന്ദി, നമസ്കാരം.